ഇപ്പോൾ പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാതെ ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോഴും ആ ഓർമ്മകൾ ഇങ്ങനെ വല്ലാതെ അലയടിച്ചു വരുന്ന ദൃശ്യങ്ങളാണ്. ഒരു സങ്കടക്കടൽ പുത്തുമലയിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ ഇഷാൻ്റെ നിഷാൻ്റെ ആ കുഞ്ഞുങ്ങളുടെ 3 പേരുടെയും ചിത്രം വെച്ചിട്ട് അതിനകത്ത് ഇപ്പോഴും ചോക്ലേറ്റും കളിപ്പാട്ടവുമായിട്ട് നിൽക്കുന്നവരുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ടറാണിപ്പോൾ. അഭിജിത്തെ, ആ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ണീരണിയാതെ കണ്ടിരിക്കാൻ പറ്റില്ല. തീർച്ചയായും അരുൺ സാർ, നമ്മൾ ഇന്നലെ അവിടെ പോയിരുന്നു. അപ്പോൾ ഹൃദയഭൂമിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ആ 3 പേര്, ഒരു കുടുംബത്തിലെ 3 പേരാണ്, 3 സഹോദരങ്ങളാണ് നഷ്ടമായത്. അതിൻ്റെ അവിടെ ഒരു ശിലാഫലകമുണ്ട്. അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അച്ഛാ അമ്മേ ഞങ്ങളിവിടെ ഉറങ്ങുന്നുണ്ട്, ഞങ്ങൾക്ക് കുറേ കാവൽ മാലാഖകളാണ് കൂട്ടുള്ളത്, പക്ഷേ അച്ഛനും അമ്മയും ഞങ്ങളുടെ ഒപ്പം ഇല്ലല്ലോ, അതാണ് ഞങ്ങളുടെ സങ്കടം എന്ന് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ ഈ അച്ഛനും അമ്മയും രാവിലെ വന്ന് കളിപ്പാട്ടങ്ങൾ വെച്ച് അവരെ ഓർമ്മിക്കുന്നു, അവർ വിതുമ്പുന്നു. വല്ലാത്തൊരു കാഴ്ചയാണ്. ഹൃദയഭൂമി എന്നല്ലാതെ അതിനൊരു പേര് കൊടുക്കാൻ കഴിയില്ല സാർ. നമുക്ക് ഹൃദയഭൂമിയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അവിടെ പോയി നമ്മളുടെ മനസ്സ് കുറച്ചു നേരം അവർക്കൊപ്പം ഉണ്ടാവണം. ഇനി നമുക്ക് അർജുൻ കല്യാട് അവിടെയുണ്ട്. അർജുൻ കല്യാട് അവിടെയുള്ള കാഴ്ചകൾ വല്ലാത്ത കാഴ്ചകളാണ്. തീർച്ചയായിട്ടും അത് ഉള്ളുലയ്ക്കും എന്ന് തന്നെയാണ്. അത് ഹൃദയഭൂമി എന്നല്ലാതെ മറ്റൊരു പേരിടുക സാധ്യമല്ലല്ലോ അല്ലേ അർജുൻ, ആ കാഴ്ചകൾ കാണുമ്പോൾ? മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും ഒക്കെ ഹൃദയം തകർത്ത ആ സംഭവത്തിന് അവർ നൽകിയ, അതിൻ്റെ ഭാഗ്യപത്രത്തിന് അവർ നൽകിയ പേര് അത് തന്നെയാണ്, ഹൃദയഭൂമി. ഈ ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും ഒക്കെ ജീവിച്ചിരിക്കുന്നവരുടെ ഹൃദയം ഇപ്പോൾ ഈ ഭൂമിയിലാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ദൃശ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും അതീവ സങ്കടകരം എന്നതിനപ്പുറത്ത് മറ്റൊരു വാക്കുണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ നൗഫൽ, ഒരു കുടുംബത്തിലെ തന്നെ 11ഓളം പേരെ നഷ്ടമായിട്ടുള്ള നൗഫലാണ്. നൗഫൽ ഈ പറയുന്ന ഹൃദയഭൂമിയിലേക്ക് എത്തുകയും ഓരോ ഖബറിടത്തിലേക്ക് പോവുകയും അവിടെയൊക്കെ വേദന പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ ഓരോ ഖബറിടത്തിന് മുന്നിലും, അതായത് ഓരോ സ്ഥലത്തും ഇങ്ങനെ അവരുടെ ഉറ്റവരും ബന്ധുക്കളും ഒക്കെ എത്തി കണ്ണീർ വാർക്കുന്ന ദൃശ്യങ്ങൾ എത്രമാത്രം വേദനാജനകമാണ് എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവരൊക്കെ ഇവിടെ വന്ന് കണ്ണീർ പൊഴിക്കുന്നതാണ്. അവരുടെ ഉറ്റവരെ ഇവിടെ എത്തുന്നു, നമസ്കരിക്കുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു. അവരുടെയൊക്കെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അത്തരത്തിലുള്ള അവരവരുടെ ദൈവങ്ങൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോട് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഉരുളെടുത്തു പോയി, പക്ഷേ ഇനിയെങ്കിലും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരണേ എന്നുള്ള ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയും വിലാപങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതും അത് തന്നെയാണ്. അതായത് സ്വന്തം മകളുടെ ഖബറിടത്തിൽ കൈതൊട്ട് അവൾക്ക് ഉമ്മ കൊടുക്കുന്ന നൗഫലിനെ പോലുള്ള എത്രയോ അമ്മമാരും ഉപ്പമാരും ഉമ്മമാരും അങ്ങനെ എല്ലാവരും ഇവിടത്തേക്ക് എത്തുകയാണ്. അവരുടെ സഹപ്രവർത്തകരെ ഈ ദൃശ്യങ്ങളൊന്നും നോക്കുവായിരുന്നു. എത്രമാത്രം വേദന, കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല.